അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി മണാലി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ള ബസ് ഇതാണ് ബസ്. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം നോൺ വെജ് കഴിക്കാൻ പോവുകയാണ്. ഈ ടേബിളിൽ കണ്ടതാണ് നമ്മുടെ പഴയ 500 നോട്ട്. എന്ത് മനോഹരമാണല്ലേ. ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ മണാലിയിലെ നേച്ചർ വിസ്റ്റയിൽ നിന്ന് നമ്മൾ 4 ദിവസമായി ഇവിടെ വന്നിട്ട് അല്ലേ? യെസ്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. നേച്ചർ വിസ്റ്റയിൽ അവസാനത്തെ അല്ലേ? ഇല്ല, കഴിഞ്ഞു. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇന്നിനി ഇവിടുന്ന് നേരെ എങ്ങോട്ടാ പോകുന്നത്? കസോൾ. അത് ലോക്കൽ ബസ് പിടിക്കണം. നേരെ മണാലി ബസ് സ്റ്റാൻഡ്. മണാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ലോക്കൽ ബസ് കയറി നേരെ കസോൾ. യെസ്, നേച്ചർ വിസ്റ്റ. ഓക്കെ ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ഓക്കെ, അപ്പം നമ്പർ നമ്മൾ കൊടുത്തേക്കും. നിങ്ങൾ ആര് വരുന്നെങ്കിലും കോൺടാക്ട് ചെയ്ത് നോക്കുക. സൂപ്പറാണ്. ഇതായിരുന്നു നമ്മൾ താമസിച്ച സ്ഥലം കേട്ടോ. ഏറ്റവും മുകളിൽ അങ്ങേറ്റത്തെ റൂമിലായിരുന്നു. സൂപ്പറായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അവൻ ചൂടുള്ളെടുത്ത് ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ അടയൂല കേട്ടോ. മതി കണ്ട ഐസ് പറഞ്ഞ് മരത്തി തൂങ്ങി കിടക്കുന്നു. ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, അങ്ങനെ എല്ലാവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അതാണ് വീണ്ടും വീണ്ടും നമ്മൾ യാത്ര പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി മണാലി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ള ബസ് ഇതാണ് ബസ്. ഇനി കയറണ ടാസ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ വന്ന വഴി ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് 100 കിലോമീറ്റർ കണ്ട ഉണ്ട്. 100 കിലോമീറ്റർ 50-70 കിലോമീറ്ററിനകത്തുണ്ടാവും. ഇനിയിപ്പം ബസ്സിലാണ്. അത് ലോക്കൽ ബസ്സാണ്. കിടിലോടെ അവിടെ ചോട്ട് വന്നത് രസമായിരുന്നു. ലോക്കൽ ബസ് ഇല്ല, നമ്മളവിടെ പോലെ ഭയങ്കര ഒരു ഇതില്ല. ബസ്സിൽ കയറുന്നതൊക്കെ വലിയ സ്റ്റെപ്പാണ്. വലിയ ഏണിയം കാണാൻ വെച്ച് കയറേണ്ടി വരും. ഇനി ഇടയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കാണും. നമ്മളങ്ങനെ കുളുവിലെത്തി. ഇനി ഇവിടുന്ന് അടുത്ത ബസ് കയറണമെന്ന് പുള്ളിക്കാരൻ നമ്മളെ നൈസായിട്ട് ഇവിടം വരെ ഉള്ളായിരുന്നു. ഇവിടെ കൊണ്ടാക്കി ഇനിയിപ്പം അടുത്ത ബസ് പിടിക്കുക. ഇവിടുന്ന് അടുത്ത ബസ് എടുത്തു. മുന്തറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒറ്റ ബസ്സില്ല. കുളുന്ന് മുന്തർ. ഇനി അവിടുന്ന് അടുത്ത ബസ് കിട്ടിക്കഴിഞ്ഞാൽ കസോൾ. അങ്ങനെ ഞങ്ങൾ മുന്തറിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് കസോൾ പോകുന്ന ബസ് കയറിയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് ബസ്സിലുള്ള യാത്ര. വന്നേരം സമയമെടുക്കും. ഇപ്പം സമയം വരും. ഇനിയിപ്പോൾ വലിയ ദൂരം കാണൂല. ഇപ്പം ഏതാണ്ട് 1 മണി കഴിഞ്ഞു. കാറിലാണെങ്കിൽ 5000 രൂപ കൊണ്ടാണ് പറയാം ഇവിടുന്ന് കസോൾ പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ലോക്കൽ ബസ്സിൽ കയറിക്കാണ്. അങ്ങനെ ഞങ്ങൾ കസോൾ എത്തി കേട്ടോ. കസോൾ. ഇനി ഇവിടെ എവിടെയാണ് സ്റ്റേ എന്നോ ഒന്നും അറിയില്ല. എന്തായാലും ആദ്യം ഫുഡ് കഴിക്കുക എന്നാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാണ് പോകുന്നത്. നോക്കട്ടെ. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് റൂം സെറ്റ് ചെയ്യണം. ചെറിയ മഴയൊക്കെ പെയ്യുന്നതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരെ നമ്മൾ റൂം വന്ന് സെറ്റ് ചെയ്തു. അങ്ങോട്ട് പോകുന്നു. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇത് മതി അളിയാ. ഹീറ്ററൊന്നുമില്ല. വെള്ളം ഉണ്ടോ? വെള്ളം ഹീറ്ററുണ്ട്. പാനി ഹോട്ട് വാട്ടർ ഉണ്ട്. രാത്രി ഇപ്പോൾ ഇടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് തന്നെ. എന്നിട്ട് ഇവിടെ ഇട്ട് കത്തിക്കല്ലേ.
വീക്കിൽ മ്യൂസിക് കിടക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് വിളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം നോൺ വെജ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. ബേക്കിൽ മ്യൂസിക് കോപ്പിറൈറ്റ് വരും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലെത്തി. റൂമിൽ ഇന്ന് കിടക്കുന്നത് ടാസ്ക്കാണ് കേട്ടോ. ഹീറ്ററില്ല, താഴെ തുറച്ച് കിടക്കണം. എൻ്റെ പൊന്നൊളിയോ, നോവലവിടെ കിടന്ന് കിടുവീട്. നോവലെ എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് പതുക്കെ നടന്നിറങ്ങിയേട്ടാ. ഒരു കടയിൽ കയറി ബ്ലാക്ക് ടീയും മോമോസും കഴിക്കാൻ. അപ്പോഴത്തേക്കും ഈ ടേബിളിൽ കണ്ടതാണ് നമ്മുടെ പഴയ 500 നോട്ട്. എന്ത് മനോഹരമാണല്ലേ. സൗദി റിയാല്, സിംഗപ്പൂർ ഡോളർ, ഇന്ത്യയിലെ പഴയ 500 നോട്ട്, പുതിയ 20 നോട്ട്, പഴയ 20, പഴയ 100, പഴയ 20, 5. പുതിയ 20 അത് കണ്ട്. ചൈനയാണ് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ടീ എത്തിക്കഴിഞ്ഞു. പക്ഷേ അത്ര വലിയ ബ്ലാക്കൊന്നും ഇല്ല. ചൂട് വറക്കുന്നുണ്ട്, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കല്ലേ. അങ്ങനെ നമ്മുടെ മോമോസ് എത്തിക്കഴിഞ്ഞു. അതും കഴിക്കാം. ബ്ലാക്ക് ടീ കിടില, മോമോസും കിടില, അതിന് കിട്ടിയ ചട്നി എൻ്റെ പൊളി സാധനം. ഞങ്ങളവിടെ നിന്ന് കാപ്പിയെ കുടിച്ച് വെളി ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. ഇപ്പോഴും മഴ തോന്നുന്നില്ല, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. നേരെ ഇനി റൂമിലേക്ക് പോവാം. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പോയി കിടന്നുറങ്ങുക. രാവിലെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം. അങ്ങനെ ഒരു നല്ല ദിവസം അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഈ സമയം സൈനിങ് ഔട്ട്.